വിത്തിൻ മിനിറ്റ്സ് ജബ്ബു ഇവിടെ എത്തും. സോ ലെറ്റ്സ് സീ ഹിസ് റിയാക്ഷൻ. വെൽക്കം ബാക്ക് ടു ജബ്ബു ആൻഡ് ജു. സോ ഇന്നത്തെ വീഡിയോ ഭയങ്കര സ്പെഷ്യലാണ്. ടുഡേ ഈസ് ജബ്ബൂസ് ബർത്ത്ഡേ. സോ ഇന്ന് എന്താ പറയുക, December 2nd. സോ രാത്രി ഒരു ഡിന്നർ കഴിക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്ത് കൊണ്ടുവന്നു. ഗിഫ്റ്റ് ഒന്നും തന്നെ ഒരു ക്ലൂ ഒന്നുമില്ല. ക്ലൂ ഇല്ലാത്ത മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, അവൻ്റെ അടുത്ത് ഡയറക്റ്റ്ലി ഇങ്ങോട്ട് വരാൻ പറയാം. അതിന് മുന്നേ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാനിവിടെ ഒരു റെസ്റ്റോറൻറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഡിന്നറിന് വേണ്ടിയിട്ട്. സോ ഇത് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ടവർ ബ്രിഡ്ജ്, ലണ്ടൻ ബ്രിഡ്ജിൻ്റെ അടുത്തുള്ളൊരു റൂഫ് ടോപ്പ് റെസ്റ്റോറൻ്റാണ്. സോ ഈ റെസ്റ്റോറൻറ്റ് 14th ഫ്ലോറിലാണുള്ളത്. നല്ലൊരു സ്പെഷ്യൽ ഒക്കേഷനൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു റെസ്റ്റോറൻ്റാണ്. സോ ഞാൻ ഇപ്പോൾ ഇവിടെ എത്തി. എൻ്റെ തൊട്ട് ഫ്രണ്ടിൽ എനിക്ക് ടവർ ബ്രിഡ്ജ് വ്യൂ ആണ്. ബിക്കോസ് ഇവിടുത്തെ ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുക, നമ്മുടെ സീറ്റിനോട് എന്താ പറയുക ഓപ്പോസിറ്റായിട്ട് ടവർ ബ്രിഡ്ജ് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഞാൻ അതുകൊണ്ട് ഇവിടെ ബുക്ക് ചെയ്തപ്പോഴേ അത് സ്പെഷ്യലായിട്ട് നോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് അങ്ങനെ ആ ഒരു വ്യൂ ഉള്ള ഒരു ടേബിൾ ബുക്ക് ചെയ്യാനായിട്ട്. സോ ഗ്ലാഡ് ഐ ഗോട്ട് ദാറ്റ് ടേബിൾസ്. ഞാൻ ഇവിടെ വന്നു. ഇപ്പോൾ ഞാൻ ഇനി ഇതെല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഗിഫ്റ്റൊക്കെ ഉണ്ട്. ഗിഫ്റ്റ് ഉണ്ടെന്ന് ഒരു ക്ലൂ ഒന്നുമില്ല. ഞാൻ അവൻ്റെ അടുത്ത് അവൻ വന്നപ്പോഴത്തേനും കുറച്ച് ഫ്ലവേഴ്സ് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഗിഫ്റ്റ് ഒന്നും മേടിച്ചില്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ. അവൻ പറഞ്ഞു എന്തോ പ്രശ്നം, കഴിഞ്ഞ മാസം മേടിച്ചല്ലേ ഉള്ളൂ. സോ അതൊന്നും അവന് ഒരു ക്ലൂ ഒന്നുമില്ല. ഞാൻ ഇന്നലെ ഈ ഗിഫ്റ്റ് മേടിച്ചിട്ട് ഞാൻ കട്ടിലിൻ്റെ അടിയിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു. ഞാൻ ഇപ്പോൾ അവ ഇറങ്ങിയതിന് ശേഷമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഞാൻ പറഞ്ഞു ഞാൻ വന്നോളാം, നീ അങ്ങോട്ടേക്ക് പൊക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇറങ്ങിയത്. ആളിപ്പോൾ വരുന്നുണ്ട്, ഓൺ ദ വേ ആണ്. സോ എനിക്ക് എന്തായാലും ഇവിടെ ടേബിൾ ഒന്ന് സെറ്റ് ചെയ്യണം. ഞാൻ ഗിഫ്റ്റും വെച്ചിട്ടുണ്ട്, ഇവിടെ ഒരു കേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ അതെല്ലാം കൂടി വെച്ച് ടേബിളൊന്ന് പ്രസൻറ്റബിൾ ആക്കിയതിന് ശേഷം വേണം ജബ്ബുവിനെ വിളിച്ചിട്ട്. ഞാൻ പോസ്റ്റ് കോഡ് അയച്ചു കൊടുത്തിട്ടുണ്ട്. സോ ജബ്ബു ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതൊക്കെയാണ് കാര്യങ്ങൾ. ഹോപ്പ്ഫുള്ളി എല്ലാം നല്ല ഭംഗിയായിട്ട് നടക്കുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ജബ്ബു ഈ ഗിഫ്റ്റ് കാണുമ്പോൾ. ജബ്ബുവിൻ്റെ ആ ഒരു എക്സ്പ്രഷൻ പ്ലസ് ഈ ഒരു റെസ്റ്റോറൻറ്റ് അവർ ഭയങ്കര ഇഷ്ടപ്പെടും. ഈ റെസ്റ്റോറൻറ്റ് കാണാൻ നല്ല ഭംഗിയുണ്ട്, എന്താ പറയുക, നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസ്, ഒരു ഡിന്നർ ഡേറ്റ് അങ്ങനത്തെ ഒരു സംഭവങ്ങൾക്ക് നമ്മളിവിടെ ഫസ്റ്റ് ടൈമാണ്. ഇതിന് മുന്നേ ലാസ്റ്റ് ബർത്ത്ഡേ നമ്മൾ STK സ്ട്രാറ്റ്ഫോർഡുള്ളൊരു അതൊരു റൂഫ് ടോപ്പ് റെസ്റ്റോറൻ്റ് ആയിരുന്നു, അവിടെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ബട്ട് ദിസ് ടൈം ജബ്ബു വിൽ ലവ് ദിസ്. നല്ല റെസ്റ്റോറൻറ്റ്. ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേര് 14 Hills എന്നാണ്. ബിക്കോസ് ഇറ്റ് സിറ്റുവേറ്റഡ് ഇൻ 14th floor. സോ അതൊക്കെയാണ് കാര്യങ്ങൾ. ഞാൻ ഇവിടെ നിങ്ങൾക്ക് ലണ്ടൻ ബ്രിഡ്ജിൻ്റെ വ്യൂ കാണിച്ചു തരാം കേട്ടോ. ലണ്ടൻ ബ്രിഡ്ജ് അല്ല, സോറി, ടവർ ബ്രിഡ്ജ്. എനിക്ക് 2 ബ്രിഡ്ജ് മാറിപ്പോവും. സോ ഞാൻ ആ വ്യൂ കാണിച്ചു തരാം. നേരെ ഓപ്പോസിറ്റാണ്. സോ എനിക്ക് ഈ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ടേബിൾ കിട്ടിയതിന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. സോ ലെറ്റ്സ് സീ ഇതെല്ലാം ഇനി എങ്ങനെ ആവുമെന്ന് ജബ്ബു വന്നിട്ട് ജബ്ബുവിൻ്റെ റിയാക്ഷൻ ഞാൻ കാണിക്കാം. സീ യു. ഫുൾ ക്രിസ്മസ് വൈബിൻ്റെ ഡെക്കോറാണ്. ജബ്ബു ആ ഒരു ഡോർ കാണാമോ, അവിടുത്തെ ആ ഒരു ഡോർ വഴിയായിരിക്കും വരുന്നത്. സോ ഐ എം വെയിറ്റിംഗ് ഫോർ ജബ്ബു. ജബ്ബുവിന് ഒരു 5 minutes ഉള്ളൂ എന്ന് പറഞ്ഞു. സോ ഹി വിൽ ബി ഹിയർ എനി ടൈം. സോ ജബ്ബുവിൻ്റെ കേക്ക് ദേ വന്നു. താങ്ക് യു. താങ്ക് യു. സോ ഇതാണ്. ഞാൻ മറ്റേ വലിയ രീതിയിലൊന്നും കേക്ക് അങ്ങനെ ഒന്നും ഞാൻ ഓർഡർ ചെയ്തില്ല. കാരണം ജബ്ബുവിനും കേക്ക് ഇഷ്ടമില്ല, എനിക്കും കേക്കിനോട് വലിയ താല്പര്യമില്ല. അതുപോലെ നമ്മൾ മേടിച്ചാലും അത് വേസ്റ്റാണ്. സോ ഐ ഓർഡേർഡ് എ സ്മോൾ വൺ, ഒരു സ്വീറ്റ് വെച്ചിട്ടുള്ള. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ജബ്ബു. എന്നിട്ട് ഇവിടുത്തെ സീറ്റിംഗ് ഏരിയ നമ്മൾ മാത്രമേ ഉള്ളൂ ഈ ഒരു ഏരിയയിൽ. ഓൾറെഡി റിസർവ് ചെയ്തുകൊണ്ട് നമുക്ക് അവർ എന്താ പറയുക, ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രൗഡഡ് ഏരിയയിൽ വേണ്ടാന്ന്. ലൈക്ക് നമുക്ക് പ്രൈവറ്റായിട്ട് എൻജോയ് ചെയ്യാമല്ലോ. സോ കോക്ടെയിൽ ബാറുണ്ട് സെൻട്രൽ പൊസിഷനിൽ. പിന്നെ അവിടെ നിന്ന് അപ്പുറത്തെ സൈഡിലേക്കും ഇതേപോലെ സീറ്റിംഗ് സ്പേസ് ഉണ്ട്. ഞാൻ അങ്ങോട്ടേക്കൊന്നും പോയില്ല, ജബ്ബു വന്നിട്ട് പോവാം. സോ അതാണ് ഇവിടെ. ഞാനിവിടെ ക്യാമറ ഒക്കെ ഓണാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ജബ്ബുവിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞാൻ ഇതുവരെ വന്നിട്ട് ജാക്കറ്റ് പോലും ഊരിയില്ല, കാരണം ഭയങ്കര സ്ട്രെസ്ഡായിപ്പോയി. സോ വിത്തിൻ മിനിറ്റ്സ് ജബ്ബു ഇവിടെ എത്തും. സോ ലെറ്റ്സ് സീ ഹിസ് റിയാക്ഷൻ. ഞാൻ ടേബിളെല്ലാം ഫുൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ജബ്ബു വന്നിട്ട് കാണാം. ബൈ.
ഞാൻ മിണ്ടൂല കേട്ടാ. എന്തെന്ന് വെച്ചാ നീ കളിക്കില്ലേ? പക്ഷെ ഇത് ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ ഞാൻ. Happy birthday to me. Happy birthday to me. Happy 25th birthday to you. Thank you, Ju. Pull the ta. Make a wish, make a wish. Okay. Yeah. How's your gift? ഇതെന്തോന്ന് ഗിഫ്റ്റ് ഒന്നും ആദ്യം എനിക്കറിഞ്ഞൂടാ. പക്ഷെ Shoes. ഷൂസാ. Gucci in the shoes. It's your 25th birthday. ഞാൻ നിനക്കതൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. പോടാ, ഇഷ്ടപ്പെട്ടാന്ന് നമ്മൾ അൺബോക്സ് ചെയ്തില്ല. എന്നാലും വാട്ട് ഡു യു ഫീൽ നൗ? ഈ കട എന്തോന്ന്? ഇത് STK പോലെയല്ലേ നമ്മൾ മുമ്പ് പോയ? അതിന്റെ അച്ഛനായിട്ട്. അതിന്റെ അച്ഛൻ നോക്ക്, ഇതിന്റെ ബാക്കിൽ ടവർ ബ്രിഡ്ജ് നോക്കൂ. 25th ബർത്ത്ഡേ എങ്ങനെയുണ്ട്? ഇതെവിടെ വെച്ചത്? ഇത് കട്ടിലിന്റെ അടിയിലിരിക്കുകയായിരുന്നു. എനിക്ക് പേടിയായിരുന്നു. ഞാൻ ഇന്നലെ പോയി കളക്ട് ചെയ്തേ ഉള്ളൂ. ഞാൻ 2 ദിവസമായി ഓർഡർ ചെയ്തിട്ട്. ഓക്കെ, ഫ്ലവർ കൊടുത്തില്ല ഞാൻ. ഫ്ലവർ എന്താ ജബു തല ഇറങ്ങിയിരിക്കുകയാണെന്ന് തോന്നുന്നു. മൈൻഡ് കട്ടായ? എങ്ങനെയുണ്ട്? സർപ്രൈസ് ആയാടാ നീ? സീരിയസ്ലി പറ, ആക്ട് ചെയ്യാതെ. ഇതൊന്നും ഞാൻ എക്സ്പെക്ട് ചെയ്യില്ല. ഞാൻ നീ എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. നീ അങ്ങനെ തന്നെ അതറിയായിരുന്നാ? വീട്ടിലും കൂടെ നിന്നിട്ട് വന്നോണ്ടേ എനിക്ക് ഞാൻ പൊട്ടനൊന്നും അല്ലല്ലോ, നിന്റെ പറഞ്ഞോണ്ട് നിൽക്കില്ലേ. പക്ഷെ ഇത് എക്സ്പെക്ട് ചെയ്താ? ഞാൻ വിചാരിച്ചത് നീ എനിക്ക് ഗ്ലാസ് വല്ലതും മേടിച്ചാണോ? ഇല്ല, ഞാൻ PS5 ആയിരുന്നു എൻ്റെ മൈൻഡിൽ. പിന്നെ ഞാനത് ക്യാൻസൽ ചെയ്ത് കൊച്ചിയിലോട്ട് കയറി. ഗൈസ്, ഞാൻ ഒരു സ്പെഷ്യൽ നോട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ ജബ്ബു. മേ ദിസ് ഇയർ ബ്രിങ് യു ആസ് മച്ച് ജോയ് ആസ് യു ബ്രിങ് ഇൻ ടു മൈ ലൈഫ് എവറി ഡേ. സോ ദാറ്റ്സ് എ സ്പെഷ്യൽ നോട്ട്. സോ ഇനി നമുക്ക് ഓക്കെ ഹാപ്പി കരയുവോ? സൂം ചെയ്ത് കാണിച്ചത് കരയും. എനിക്ക് ആരും വാങ്ങിച്ചൊന്നുമില്ല. അപ്പൊ കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഞാൻ വാങ്ങിച്ചു തന്നില്ലേ? പക്ഷെ അതുപോലെയാണോ ഇത്? അപ്പൊ ഐ വാച്ച് നിനക്ക് പുച്ഛോ? ഈ കമ്പനിയൊക്കെ You make dreams happy. എടുത്തോ. പിന്നെ വായിക്കാം. എന്റെ സൈസ് ആണല്ലേ? അല്ല, എന്റെ ഭയങ്കര രസമുണ്ടടാ. ലക്ഷറി എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. പക്ഷെ നല്ല അടിപൊളി സാധനം. ഇഷ്ടപ്പെട്ടോ? സ്ഥലം എങ്ങനെയുണ്ട്? സ്ഥലത്തിനെ പറ്റി പറ. സ്ഥലവും അടിപൊളി. ഞാൻ ഇതൊരു എങ്ങനത്തെ ഒരു പ്ലേസിൽ അങ്ങനെ നേരത്തെ നമ്മൾ കഴിഞ്ഞ ബർത്ത്ഡേക്ക് നമ്മൾ STK പോയി. നമ്മൾ ഇങ്ങനത്തെ സ്ഥലത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് വേറെ എക്സ്പീരിയൻസ്. അതും പക്ഷെ റൂഫ് ടോപ്പ് ആയിരുന്നു. ഇവിടെ നിന്ന് നേരെ ടവർ ബ്രിഡ്ജ് വ്യൂ ആണ്. പിന്നെ എനിക്ക് ഒന്നും പറയാൻ പറ്റുന്നത് അതാണ് സത്യം. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ ഡ്രീം ഒരു സാധനം അച്ചീവ് ചെയ്തത് എനിക്ക് തോന്നുന്നു. ഒരു അച്ചീവ്മെന്റ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റാണ്. ഓക്കെ, നല്ല സ്ഥലം. ഓക്കെ, സോ വി ആർ എൻഡിങ് ദിസ് വ്ലോഗ്. കുറേ നേരമല്ലേ? താങ്ക് യു ഫോർ ബീയിങ് ഇൻ മൈ ലൈഫ്. ഓ, താങ്ക് യു. സോറി, വെൽക്കം, ഓൾവേസ് വെൽക്കം. ഇന്ന് ജബ്ബുവിൻ്റെ ട്രീറ്റാണ്.
ഓക്കെ, നമ്മൾ ഇനി എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ട് കാണാം. സോ അപ്പം അത്രേ ഉള്ളൂ അല്ലേ? എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും പറ. ഒന്നും പറയാല്ല, വയറ് നടന്നു. ഹാപ്പി ആയോ? നല്ല ഹാപ്പി. ഞാൻ വ്ളോഗൊക്കെ എടുത്തു ഇത് വാങ്ങിക്കാൻ പോയത്. ഞാൻ വ്ളോഗ് കാണാം. നിന്നെ കാണിക്കാം. സത്യത്തിൽ ഞാൻ വർക്ക് ഉണ്ടായിരുന്നു. വർക്ക് കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞാൽ വന്ന് കുളിച്ചിട്ട് ഞാൻ ഇവിടെ അടുത്ത് പറയായിരുന്നു കൊഞ്ചൊക്കെ എടുത്ത് വെളിയേക്ക് നമുക്ക് ഫ്രീസർ വയ്ക്കായിരുന്നു. പ്രോൺസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം കൊഞ്ച് എന്തെങ്കിലും റോസ്റ്റുകൾ ഉണ്ടാക്കി ചപ്പാത്തി വെച്ച് കിടന്നുറങ്ങാന്ന് വിചാരിച്ചു. നാളെ എവിടെയെങ്കിലും ഒരു ലഞ്ച് ചെയ്യാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന നമുക്ക് നൈറ്റ് സെലിബ്രേറ്റ് ചെയ്യേണ്ട നെക്സ്റ്റ് ഡേ എന്ന് വെച്ചാൽ ബർത്ത്ഡേ അന്ന് നമുക്ക് ലഞ്ച് കഴിക്കാൻ പുറത്ത് പോവാം, എവിടെയെങ്കിലും പുറത്ത് പോകാമെന്ന് പറഞ്ഞു. അതായിരുന്നു പ്ലാൻ. പക്ഷേ ഇങ്ങനൊരു കാരണം ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കാരണം ഇല്ലെങ്കിൽ പിന്നെ ഡൗട്ട് അടിക്കും ഡിന്നർ കഴിക്കാൻ പോകുമോ. ഞാൻ വിചാരിച്ചു എന്തോന്നാ നീ എൻ്റെ അടുത്ത് കുറേ പ്രാവശ്യം പറഞ്ഞില്ല ഗിഫ്റ്റ് ഒന്നും മനസ്സിലായി. അപ്പം ഞാൻ വെച്ചാൽ നീ ഇവിടെ അടുത്ത് പറഞ്ഞാൽ ആദ്യം നീ അങ്ങോട്ട് പോയി ഞാൻ അങ്ങോട്ട് വരാമെന്ന്. അപ്പം ഞാൻ വെച്ചാൽ ഇവിടെ ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എവിടെ പോകണം. സംഭവം എന്താണെന്ന് ഇവ ഇറങ്ങിയതിന് ശേഷം എനിക്ക് ഈ ഗിഫ്റ്റ് എടുത്ത് വരാൻ പറ്റും. ഞാൻ ഇന്നലെ വന്നിട്ട് ഈ ഗിഫ്റ്റ് കട്ടിലിൻ്റെ അടിയിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് ഇവൻ ഇത്രയും വലിയ ഗിഫ്റ്റ് ഞാൻ എങ്ങനെ എടുത്തോണ്ട് വരും. പിന്നെ ഇവൻ്റെ അടുത്ത് ഞാൻ ട്രെയിനിൽ വരാൻ പറഞ്ഞിട്ട് ഞാൻ ക്യാബ് ഓടിച്ചാണ് ഇങ്ങോട്ട് വന്നത്. ജബ്ബു താങ്ക് യു. ഞാൻ എന്തിനും താങ്ക് യു പറഞ്ഞത്. വെൽക്കം. എന്താ മേടിക്കേ? സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ ഹാപ്പി ബർത്ത്ഡേ ജബ്ബു. 25th ബർത്ത്ഡേ. സോ എനിക്കത് സ്പെഷ്യൽ ആക്കണമെന്നുണ്ടായിരുന്നു. ഏറ്റവും ബെസ്റ്റ് ബർത്ത്ഡേ ആയിട്ട് ഇപ്പൊ തോന്നുന്നു. ഇതല്ല നീ കഴിഞ്ഞ വർഷം പറഞ്ഞ ഇതാണ് ഇങ്ങോട്ടൊക്കെ ഇനി വലിയ സാധനങ്ങളാവില്ല. വീടൊക്കെ ഒരു കാറ് ഫെറാറി. വേണ്ട ഇനി താഴോട്ടാണ്. ഇനി എക്സ്പെക്ടേഷൻ വെക്കരുത്. ഓക്കെ, സീ യു. ബൈ പറയൂ. ബൈ ഗൈസ്. സീ യു.